അവൻ എന്തി? അത് ഷോപ്പിൽ പെട്ടെന്നൊരു സ്റ്റോക്ക് വന്നു, അപ്പം അതിൻ്റെ കാര്യത്തിന് പോയതാ. പെട്ടെന്ന് വരും. ആണോ? എന്നിട്ട് അവനൊന്നും പറഞ്ഞില്ലല്ലോ. അത് അമ്മ വാഷ്റൂമിൽ പോയ സമയത്തെ ഒരു കോള് വന്നു, അപ്പോഴാ പോയത്. പെട്ടെന്ന് വരും. സാധാരണ അവൻ എന്നോടെല്ലാം പറഞ്ഞിട്ടാ ചെയ്യാറ്. ഞാൻ അവനെ അങ്ങനെയാണേ വളർത്തിയേക്കുന്നത്. എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ കഴിക്കാനുള്ളത്? ഇവിടെ പാനിപ്പൂരി, ബേൽപൂരി, ദഹിപൂരി, സമൂസ, ദാൽവട, പിന്നെ സേവ്പൂരി. അല്ല, അമ്മ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ. ശരി, എന്തെങ്കിലും അധികം മസാല ഇല്ലാത്ത എന്തെങ്കിലും പറഞ്ഞു. കഴിക്കാൻ എന്താ വേണ്ട മാം? ചേട്ടാ, പാനിപ്പൂരിയും ബേൽപൂരിയും. അല്ല, മോൾക്ക് എന്താ ഇഷ്ടം വെച്ചോ പറഞ്ഞോട്ടാ. എനിക്കിത് ഇഷ്ടമേ, അമ്മയ്ക്കും ഇത് ഇഷ്ടപ്പെടും. ചേട്ടാ എടുത്തോളൂ കേട്ടോ. ശരി. മോളെ പറ്റി അവൻ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആണോ? എന്നാലും നേരിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുമെന്ന് അവൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മനഃപൂർവ്വം മാറിയതായിരിക്കും. അല്ലാതെ ഷോപ്പിൽ പോയിട്ട് ഇപ്പോൾ അവൻ പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? എന്നോട് അങ്ങനെ പറഞ്ഞത്. മോൾക്ക് ഞങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ അറിയാമോ? എന്നോട് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛനെന്ന് പറഞ്ഞൊരാൾ പേരിനുണ്ടെന്നേ ഉള്ളൂ. അവൻ്റെ ഒരു കാര്യത്തിനും അങ്ങേര് വരാറില്ല. അവൻ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങിക്കുന്നവരെ ഞങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലായിരുന്നു. ഈ ചെറുപ്പം മുതലൊക്കെ ഞാൻ അവനെ ഗാർഡനിങ്ങിൽ കൂടെ നിർത്തുമായിരുന്നു. അവനും അതൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ മോളെ, സ്ഥിരമായിട്ടൊരു വരുമാനം വേണ്ടേ? അതുകൊണ്ട് അവൻ ഇഷ്ടമില്ലഞ്ഞിട്ടും ആ കോളേജിൽ ജോലിക്ക് പറഞ്ഞു വിട്ടത്. എന്തോ കഷ്ടകാലത്തിന് ആ ജോലി പോയി. അത് അമ്മേ, ആ ജോലി പോവാൻ കാരണക്കാരി ആരാന്നറിയോ? ആരാ? ഞാനാ. അയ്യോ, മോളാണോ? ആ. അവൻ എന്നോടെല്ലാം പറയുന്നത് ഞാൻ വെറുതെ ഭംഗിവാക്ക് പറഞ്ഞൊന്നുമല്ല. അവൻ എന്നോടെല്ലാം പറയും, ആ ലക്ഷ്മിയാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ലക്ഷ്മി എന്നും, ലക്ഷ്മി തറവാട് സ്വത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെന്നൊക്കെ. പിന്നെ അവൻ ഒരു കാര്യം കൂടി എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? അതോ, എൻ്റെ മുന്നിൽ ഇപ്പം ഇരിക്കുന്ന ലക്ഷ്മിയല്ല ശരിക്കുള്ള ലക്ഷ്മിയെന്നും, ഇത് എന്നെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി വെറുതെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ അവൻ എന്നോട് പറഞ്ഞു. എല്ലാം പറഞ്ഞല്ലേ അമ്മ. ഞാൻ ഈ മസിലൊന്ന് വിട്ടോട്ടെ? അതായിരിക്കും നല്ലത്. ഓ എൻ്റെ അമ്മേ, ഞാനും മസിൽ പിടിച്ച് ഒത്തിരി വയ്യാണ്ടായി. എന്നാ കൊടുകൈ സമാധാനായി. അല്ല, അമ്മ എന്താ പ്രീതി ചേച്ചിയുടെ കഫേന്നൊന്നും കഴിക്കാണ്ടിരുന്നേ? മോളെ, ഞാൻ അങ്ങനത്തെ കടയിൽ നിന്നൊന്നും സാധാരണ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്കെന്തോ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ടെൻഷനാവുന്ന പോലെ തോന്നും. ആണോ?